മലയാളികൾക്കേറെ സുപരിചിതയാണ് സീമ വിനീത്. മേക്കപ്പ് ആർട്ടിസ്റ്റായി സീമ സോഷ്യൽ മീഡിയയിലും സജീവമാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സീമ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വിവാഹം കഴിഞ്ഞ് കുട്ടികളായ ശേഷം ട്രാൻസ് ആണെന്ന് പറയുന്നവരെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സീമ തന്റെ പോസ്റ്റിൽ പറഞ്ഞത്. പിന്നാലെ തനിക്കെതിരെ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഭീഷണി ഉണ്ടെന്നും പറഞ്ഞ് സീമ വീഡിയോയും പങ്കിട്ടിരുന്നു. ഈ അവസരത്തിൽ സീമയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ട്രാൻസ് വുമൺ അനിരുദ്ധ. ട്രാൻസ് വ്യക്തികൾക്ക് പുരുഷനായിരുന്ന കാലത്ത് വിവാഹം ചെയ്യേണ്ടി വന്നെങ്കിൽ അതിന് പിന്നിൽ കാരണങ്ങൾ ഉണ്ടാകുമെന്നും ആ സാഹചര്യം മനസ്സിലാക്കേണ്ടതുണ്ടെന്നും അനിരുദ്ധ പറഞ്ഞു. ഒരു യൂട്യൂബ് ചാനലിനോടായിരുന്നു ഇവരുടെ പ്രതികരണം. ബിഗ് ബോസിൽ കയറാനുള്ള ശ്രമമാണ് സീമ വിനീത് നടത്തുന്നതെന്നും അനിരുദ്ധ ആരോപിക്കുന്നു. അമേയ പ്രസാദിനെ കുറിച്ചാണ് സീമ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നിയത്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ അമ്മ മകൾ ബന്ധമായിരുന്നു അവർ തമ്മിൽ. അവരെ മാനസികമായി ഉപദ്രവിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാനാവില്ല. ബിഗ് ബോസിൽ കയറാനായി നടത്തുന്ന ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്റെ കയ്യിലും ഗ്ലിസറിൻ ഉണ്ട്. കരയാനും അഭിനയിക്കാനും അറിയാവുന്നവർ തന്നെയാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും. സ്ട്രഗ്ലിംഗ് സീമ വിനീതിന് മാത്രമല്ല ഉള്ളത്, എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. സീമ വിനീത് പരസ്യമായി മാപ്പ് പറയാനാകണം. ബിഗ് ബോസിൽ കയറാനുള്ള കോമാളി വേഷം കെട്ടലാണ് ഇത് തോന്നുന്നത്. ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവൻ നാണം കെടുത്തിയിട്ട് ഒരു ഷോയിൽ പോയിരുന്ന് കാശുണ്ടാക്കി ജീവിക്കാമെന്നത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണ്. കണ്ടന്റ് ഇല്ലെങ്കിൽ വേറെ വല്ലതും ചെയ്യും. ഞാനിന്ന് നല്ല നിലയിൽ എത്തിയെന്ന് പറഞ്ഞ് താഴെ നിൽക്കുന്നവരെ പുച്ഛിച്ചാണോ കാണേണ്ടതെന്നായിരുന്നു അനിരുദ്ധ പറഞ്ഞത്. തനിക്ക് നേരെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ട്രാൻസ് വുമൺ സീമ വിനീത് രംഗത്ത് വന്നിരുന്നത് വലിയ ചർച്ചയായിരുന്നു. ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്ത് കുട്ടികൾ ഉണ്ടായ ശേഷം ട്രാൻസ് വ്യക്തിയാണെന്ന് പറയുന്നവർക്കെതിരെ കഴിഞ്ഞ ദിവസം സീമ വിനീത് ശക്തമായ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെ തനിക്കെതിരെ ഒരു കൂട്ടം ആളുകൾ തിരിഞ്ഞെന്ന് സീമ പറഞ്ഞ് രംഗത്ത് പിന്നെയും വന്നു. സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളുടെ ഓഡിയോ റെക്കോർഡുകളും സീമ വിനീത് ഫേസ്ബുക്ക് ലൈവിൽ കാണിച്ചു. സ്വന്തം നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും പറഞ്ഞ് കാര്യങ്ങളിൽ മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരാണ് എന്നും സീമ പറഞ്ഞു. സീമ പിടിച്ചുപറിക്കാരിയാണെന്ന് പറയുന്നു എന്നും 10-15 വർഷമായി നന്നായി ജോലി ചെയ്താണ് താൻ ജീവിക്കുന്നത്, എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട് എന്നും സീമയുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഗുണ്ടായിസം നടത്തുന്ന ഒരുപാട് പേർ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുണ്ട്. അവർ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. ഇവർ കാരണം ഒരുപാട് പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും മൂടിവെച്ച് ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയാണെന്നുള്ള ശക്തമായ വെളിപ്പെടുത്തലുകളും സീമ നടത്തി. ഇവർക്ക് മേലും കീഴും നോക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ളവരെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ തന്നെ ഇവരെ അവഗണിച്ച് ജീവിക്കാൻ തുടങ്ങിയതാണ്. തന്നെ ആക്രമിക്കാൻ പദ്ധതിയിട്ടവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇവരെ വെറുതെ വിടരുതെന്നും സീമ വിനീത് പറയുന്നു. കഴിഞ്ഞ ദിവസം സീമ വിനീത് നടത്തിയ പരസ്യ വിമർശനമാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾക്ക് ആധാരം. വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളായതിനു ശേഷം ഞാൻ സ്ത്രീയാണ്, ട്രാൻസ് ആണ്, എന്റെ മക്കൾ അമ്മയെ എന്ന് വിളിക്കണം. ഇത്തരം പ്രസ്താവനകളുമായി വരുന്നവരോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്നും അതിന് നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മറ്റുള്ളവർക്ക് ദഹിക്കാത്ത തരത്തിലും മുഖമടച്ച് മറ്റുള്ളവരെ തെറി വിളിക്കാനല്ലാതെ നിങ്ങൾക്ക് എന്തറിയാമെന്നും ചോദിച്ചുകൊണ്ടാണ് സീമ രംഗത്ത് വന്നത്. പൊതുസമൂഹത്തിൽ ഇറങ്ങി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 15 വർഷത്തോളമായി എന്നും ഇതുവരെയും നേരിടാത്തതും കേൾക്കാത്തതുമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത് എന്നും ഒരു പെണ്ണിന്റെ ഒപ്പം കഴിയാനും കുട്ടിയുണ്ടാകാനുമുള്ള കഴിവുണ്ടെങ്കിൽ നീയൊക്കെ ആണുങ്ങളാണ്, അത്തരം ആണുങ്ങളോട് തീർത്തും വിയോജിപ്പാണെന്നായിരുന്നു സീമ വിനീത് നേരത്തെ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞിരുന്നത്.